നമ്മൾ മാർക്കറ്റ് പ്രോയുടെ യൂലിക്കിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തു, ഒരുപാട് ആളുകൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് ആളുകൾ സാമ്പിൾ വാങ്ങി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് 1 കിലോൻ്റെ പാക്കറ്റാണ്. അങ്ങനത്തെ 1 കിലോ പാക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 മുതൽ 6 ലിറ്റർ മീഡിയം ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മണിക്കൂർ ഒന്ന് അത് അതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഗമ്മും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ ഒന്ന് മെൽട്ടായിട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അതില്ലാതെയും വെക്കാതെയും ചെയ്യുക, സാധാ പച്ചവെള്ളത്തിലൊക്കെ ചെയ്യുക. പക്ഷെ നമ്മൾ മീഡിയം ചൂടുവെള്ളം യൂസ് ചെയ്യണമെന്നും അതേപോലെ 1 മണിക്കൂർ വെക്കണമെന്നും പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതിനാണ്, നേരത്തെ പറഞ്ഞ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും അതിൻ്റെ ഗമ്മും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അതല്ല പെട്ടെന്ന് നമുക്ക് സമയമില്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കണം, വർക്കേഴ്സിനൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഇത് സാധാ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ അങ്ങനെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലോ അല്ലെങ്കിൽ നമ്മളെ ട്രോവലിൽ ഇത് അപ്ലൈ ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ട്രോവൽ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇത് ഗ്ലാസിൻ്റെ ടൈപ്പ് ഉണ്ട്, അതേപോലെ സ്റ്റീലിൻ്റെ, ഇതിനോടൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ സ്ഥിരമായിട്ട് പുട്ടി ബ്ലേഡ് കൊണ്ട് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് അതിനോടും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കയ്യിലെടുത്തിട്ട് ചുമരിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എറിഞ്ഞ് പിടിപ്പിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ട്രോവലിൽ എന്ത് ചെയ്യുക, അതിൽ വെച്ചതിന് ശേഷം നമ്മൾ ചുമരിൽ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് ചെയ്യാം. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം നൈസാക്കി വലിച്ച് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഭംഗി വരിക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഈ യൂലിക്ക് ലിക്വാൾ എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഇത് പല കളറുകൾ പല ഐറ്റം മിക്സ് ആയിട്ട് വരുന്നതാണ്. ഇത് ആക്ച്വലി ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോട്ടൺ, ഫൈബർ, സിൽക്ക്, ഗ്ലിറ്റർ, മൈക്ക ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളോടും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് കട്ടിയിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിൽ ഏതാണോ കളറുള്ളത് ആ കളറാണ് പുറത്തേക്ക് കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ, ഭംഗി ഉണ്ടാവും എന്നാലും. പക്ഷെ ഉദ്ദേശിച്ച കളർ കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ചെയ്താലാണ്. അതായത് മാക്സിമം നമ്മളെപ്പോഴും ഒരു ബേസ് കോട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ എന്ത് ഐറ്റം ചെയ്യാനും ബേസ് കോട്ട് എന്ന് പറഞ്ഞാൽ ഏത് കളറാണോ നമ്മൾ എടുത്ത് ആ കളർ ഒരു പ്രൈമർ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മാക്സിമം നൈസാക്കി ചെയ്താൽ ഇതിലുള്ള ചെറിയ കളറുകൾ വരെ എടുത്ത് കാണിക്കും. ആ സമയത്ത് പുറത്തേക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതേപോലെ ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഉണങ്ങാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 48 ഹവറാണ്. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും. ഇത് ആർക്കും ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താലും വീണ്ടും വർക്ക് ചെയ്ത് റെഡിയാക്കാം. അപ്പം ധൈര്യമായിട്ട് ചെയ്തോളൂ.